Hi students, എങ്ങനെ പോകുന്നു എക്സാം പ്രിപ്പറേഷൻ ഒക്കെ? അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ACC മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു റിവിഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ റിവിഷൻ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കമ്മ്യൂണിറ്റിയിൽ ഇട്ടപ്പോൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ കുറച്ച് സ്റ്റുഡൻസ് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ സ്റ്റഡി ഹബ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു സ്റ്റഡി ഹബ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഫസ്റ്റ് ചാപ്റ്ററിന്റെ റിവിഷൻ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കണ്ടിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ ഐ എം അഞ്ജലി പീറ്റർ, വെൽക്കം ടു എൻട്രി കൊമേഴ്സ് പ്രോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റഡി ഹബ് ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ സ്റ്റഡി ഹബ് ഒക്കെ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ MA എക്സാം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ MAയുടെ ആ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് പേജിലേക്ക് പോകാം. ജസ്റ്റ് ലോഡ് ചെയ്ത് വരാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ക്വിസസ് ചെയ്യാം, അതിനുശേഷം നമുക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വിസസിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ റിവിഷൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്. അപ്പോൾ അതിൻ്റെ സ്റ്റഡി ഹബ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ക്വിസസിൽ നമുക്കൊരു 5 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സ്റ്റാർട്ട് ക്വിസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് 2 ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റിംഗ് ടു മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ ആർ കറക്റ്റ്? മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ ആയിട്ട് കണക്ട് ചെയ്തിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റാണ്. കറക്റ്റായിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻറ്റ്സ് സെലക്ട് ചെയ്യാനാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് are only concerned with past financial information. മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് പാസ്റ്റ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് മാത്രമാണോ യൂസ് ചെയ്യുക? അല്ല, മാനേജ്മെൻറ്റ് ഇൻഫർമേഷനിൽ എന്തുണ്ട്? പാസ്റ്റും ഉണ്ട്, ഫ്യൂച്ചറും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ എ എന്തായാലും നമുക്ക് കറക്റ്റ് അല്ല. ദെൻ ഓപ്ഷൻ ബി എന്താണ്? സ്ട്രാറ്റജിക് പ്ലാനിങ് ഈസ് കൺസേൺഡ് വിത്ത് ലോങ് ടേം എയിംസ് ഓഫ് ആൻ ഓർഗനൈസേഷൻസ് ആൻഡ് ഈസ് യൂഷ്വലി ക്യാരിഡ് ഔട്ട് ബൈ സീനിയർ മാനേജേഴ്സ്. സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ലോങ് ടേം പ്ലാൻസ് ആണ്, അത് ചെയ്യുന്നത് സീനിയർ മാനേജേഴ്സ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി എന്താണ്? നമുക്ക് കറക്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ സി എന്താണ്? ദ മെയിൻ പർപ്പസ് ഓഫ് ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ് ഈസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ ദ മാനേജേഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ പേർപ്പസ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ കൊടുക്കാനാണോ? ഇല്ല, നമ്മൾ എന്താ പറഞ്ഞത്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്? അല്ലെങ്കിൽ മെയിൻലി ഫോർ എക്സ്റ്റേണൽ യൂസേഴ്സാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുമെങ്കിലും മെയിൻലി അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ഓണേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ്. സോ മെയിൻ പർപ്പസ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക, മാനേജേഴ്സിന് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ അല്ല, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ പർപ്പസാണ്. ദെൻ നെക്സ്റ്റ് എന്താണ്? ഓപ്ഷൻ ഡി വരുന്നത് ഇൻഫർമേഷൻ റിലേറ്റിംഗ് to the wages and salary paid to the employees of an organization is a source of primary information. നമ്മൾ എംപ്ലോയീസിൻ്റെ വേജസ്, സാലറി അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈമറി ഇൻഫർമേഷൻ ആണ്. യെസ്, നമുക്ക് പ്രൈമറി സോഴ്സസിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ആണ്. സോ ഓപ്ഷൻ ഡി എന്താണ്? കറക്റ്റാണ് വരുന്നത്. സോ ഓപ്ഷൻ ബി ആൻഡ് ഡി ആണെന്ത് നമുക്കിവിടെ കറക്റ്റായിട്ട് വരുന്നത്. കൺഫേം കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്: one of the main purposes of management accounting is to give an organization guidance on the managerial process of planning, decision making and control. Which of the following describe the managerial process of control in the sales department of an organization? അപ്പോൾ നമുക്കറിയാം മാനേജ്മെൻറ്റിന് മെയിൻലി 3 ഫങ്ഷൻസ് ആണുള്ളത്: പ്ലാനിങ്, കൺട്രോൾ, ഡിസിഷൻ മേക്കിംഗ്. ഇതിൽ ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് വരുന്ന അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റത്തെ എന്താണ്? ഓപ്ഷൻ എ തന്നിരിക്കുന്നത് ഇതാണ്: കമ്പാരിസൺ ഓഫ് ദ ഓർഗനൈസേഷൻസ് ആക്ച്വൽ സെയിൽസ് റിസൾട്ട് വിത്ത് ഇറ്റ്സ് പ്ലാൻഡ് സെയിൽസ് റിസൾട്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടുള്ള സെയിൽസും ആക്ച്വൽ സെയിൽസും തമ്മിലുള്ള കമ്പാരിസൺ എന്ന് പറയുന്നത് എന്താണ്? കൺട്രോളിങ് മെഷറിന് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഓപ്ഷൻ എ നമുക്ക് കറക്റ്റാണ്. ബാക്കി ഓപ്ഷൻസ് കൂടെ ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ ബി വരുന്നത് ഇതാണ്: ദ ക്രിയേഷൻ ഓഫ് എ ടൈം ടേബിൾ ഓഫ് മീറ്റിംഗ് ടു ബി ഹെൽഡ് ഇൻ ദ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓവർ ദ നെക്സ്റ്റ് 6 months. നെക്സ്റ്റ് 6 months മീറ്റിംഗ്സിൻ്റെ ടൈം ടേബിൾ എന്ന് പറയുന്നത് എന്താണ്? അത് കൺട്രോൾ അല്ല, പ്ലാനിങ്ങിലാണ് വരുന്നത്. ദ നെക്സ്റ്റ് ഓപ്ഷൻ സി: ദ യൂസ് ഓഫ് കറൻറ്റ് സെയിൽസ് റവന്യൂ ഇൻഫർമേഷൻ ടു ക്രിയേറ്റ് എ സെയിൽസ് ബഡ്ജറ്റ് ഫോർ എ ഫ്യൂച്ചർ പീരിയഡ്. അപ്പോൾ സെയിൽസ് ബഡ്ജറ്റ് കാര്യങ്ങൾ, അതിൻ്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ നമുക്ക് എന്തിലാണ് വരുന്നത്? അതും പ്ലാനിങ്ങിലാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് പർച്ചേസ് ഓഫ് ന്യൂ സെയിൽസ് ഷോറൂം ഇൻ ഓർഡർ കോപ്പ് വിത്ത് ഇൻക്രീസിങ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്. അപ്പോൾ പുതിയ സെയിൽസ് ഷോറൂമിൻ്റെ പർച്ചേസ് കാര്യങ്ങൾ നമുക്ക് അതും കൺട്രോളിലല്ല വരുന്നത്, ഡിസിഷൻ മേക്കിങ്ങിലാണ്. സോ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആയിരിക്കും നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്: വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റെഫേഴ്സ് ടു ദ ബിഗ് ഡേറ്റ ക്യാരക്ടറിസ്റ്റിക് ഓഫ് വാല്യൂ?
ബിഗ് ഡേറ്റയ്ക്ക് നമുക്കറിയാം മെയിൻലി ഒരു 5 V's അല്ലെങ്കിൽ 5 ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിൽ വാല്യൂ എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫസ്റ്റ്, ഡേറ്റ ക്യാൻ ബി പ്രോസസ്ഡ് ഇൻ റിയൽ ടൈം. ഡേറ്റ റിയൽ ടൈമിൽ പ്രോസസ് ചെയ്യാന്ന് പറയുമ്പോൾ അത് സ്പീഡ്, വെലോസിറ്റി എന്ന് പറയുന്ന ഫീച്ചറിനെയാണത് മെൻഷൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ്, ഡേറ്റ ഇൻക്ലൂഡ് ടെക്സ്റ്റ്, ഫോട്ടോഗ്രാഫ്സ്, ഇമോജീസ് ആൻഡ് വീഡിയോസ്. അതായത് വേരിയസ് സോഴ്സസിൽ നിന്ന് നമുക്ക് ഡേറ്റ കളക്ട് ചെയ്തും വെറൈറ്റി എന്ന് പറയുന്ന ഫീച്ചറാണ് അവിടെ. ദെൻ ബിഗ് ഡേറ്റ ഈസ് ഓൺലി മീനിങ്ഫുൾ വെൻ അനലൈസ് ടു ഫോം ഇൻസൈറ്റ്സ്. അതായത് ബിഗ് ഡേറ്റ നമുക്ക് എപ്പോഴാണ് നമുക്ക് മീനിങ് ഫുൾ ആകുന്നത്, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് അതിൽ നിന്ന് ഇൻസൈറ്റ്സ് കിട്ടുമ്പോഴാണ്. അപ്പോൾ വാല്യൂ എന്ന് പറയുന്ന ഫീച്ചർ പറയുന്നത് എന്താണ്, നമ്മൾ ഈ ഒരു ബിഗ് ഡേറ്റയിൽ നമുക്ക് അത് കളക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രോസസ് ചെയ്യാനായിട്ട് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂവിലും കൂടരുതെന്നാണ്. സോ ഓപ്ഷൻ സി മെൻഷൻ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ഈ ഒരു വാല്യൂ എന്ന് പറയുന്ന ഫീച്ചറിനെയാണ്. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ ഡി, എ ബിഗ് ഡേറ്റ സെലക്ടഡ് ഫ്രം എ പോപ്പുലേഷൻ ഓഫ് ഐറ്റം മേ ബി ഇനാക്യുറേറ്റ്. ആക്യുറേറ്റ് വരുന്നത് എന്താണ്, വെറാസിറ്റി, ആ ഒരു ഫീച്ചറാണ് ആക്യുറസി, ക്വാളിറ്റി ഒക്കെ വരുന്നത്. സോ ഓപ്ഷൻ സി ആണെന്ത്, ഇവിടെ വാല്യൂ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്, എ കമ്പനി മാനുഫാക്ചേഴ്സ് പ്രൊഡക്റ്റ് ഇസഡ് which it sells in global markets 1, 2 and 3. Selling product Z in global market 4 is prevented by a large multinational organization which dominates sales of product Z in the region. അപ്പോൾ ഒരു കമ്പനി അവർ Z എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ 3 മാർക്കറ്റിൽ ഇവർ എന്ത് ചെയ്യുന്ന പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നുണ്ട്. പക്ഷേ 4th മാർക്കറ്റിൽ ഇവർക്കത് സെല്ല് ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ ഓൾറെഡി ഒരു MNC കമ്പനി അവിടെ ഡൊമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു റീജിയണിൽ ഇവർക്ക് സെയിൽ നടത്താനായിട്ട് പറ്റുന്നില്ല. എ ന്യൂ പ്ലാൻ ഈസ് ബീങ് ഡ്രോൺ അപ്പ് ബൈ ദ സീനിയർ മാനേജേഴ്സ് വിച്ച് വിൽ ഇൻവോൾവ് എ കമ്പനി സെല്ലിംഗ് പ്രൊഡക്റ്റ് ഇസഡ് ഇൻ ഗ്ലോബൽ മാർക്കറ്റ് ഫോർ ഇൻ ദ നെക്സ്റ്റ് 10 years. അപ്പോൾ അടുത്ത 10 വർഷം ഈ ഒരു നെക്സ്റ്റ് 4th മാർക്കറ്റിലേക്ക് കൂടെ എൻ്റർ ചെയ്യാൻ വേണ്ടി അവിടെ കൂടി സെയിൽസ് നടത്താനായിട്ട് ഇവരുടെ സീനിയർ മാനേജേഴ്സ് ഒരു 10 yearsൻ്റെ പ്ലാൻ തയ്യാറാക്കുകയാണ്. ഈ ഒരു പ്ലാനിങ് വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് പ്ലാനിങ് നോണസ്. അപ്പോൾ ഈ ഒരു പ്ലാനിങ് എന്തായിരിക്കും, സ്ട്രാറ്റജിക് ആണോ, ഓപ്പറേഷണൽ ആണോ, കൺട്രോൾ ആണോ, ടാക്ടിക്കൽ ആണോ, എന്തായിരിക്കും? ഇതൊരു ലോങ് ടേം പ്ലാനിങ് ആണ്, സീനിയർ മാനേജേഴ്സ് ആണ് ചെയ്യുന്നത്. സോ ഏതായിരിക്കും, സ്ട്രാറ്റജിക് പ്ലാനിങ് ആയിരിക്കും നമുക്കിവിടെ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്, ഹസൻ ഈസ് എ ഫൈനാൻഷ്യൽ അക്കൗണ്ടന്റ് അറ്റ് ആൽഫ കമ്പനി ആൻഡ് സാൻ ഈസ് എ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് അറ്റ് ബീറ്റ കമ്പനി. അപ്പോൾ ഹസൻ ഒരു ഫൈനാൻഷ്യൽ അക്കൗണ്ടന്റ് ആണ്, സാൻ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. വിച്ച് ടു ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റിംഗ് ടു ദ വർക്ക് ഡൺ ബൈ ഹസൻ ആൻഡ് സാൻ ആർ കറക്റ്റ്. അപ്പോൾ ഇവരുടെ വർക്കുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ, ഇതിൽ 2 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, 2 സ്റ്റേറ്റ്മെന്റ് ആണ് ചൂസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഹസൻ ഈസ് മോസ്റ്റ്ലി കൺസേൺ വിത്ത് പാസ്റ്റ് ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ. അപ്പോൾ ഇവിടെ ഹസൻ ആരാണ്, ഫൈനാൻഷ്യൽ അക്കൗണ്ടൻ്റ് ആണ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടൻ്റ് മെയിൻലി ഡീൽ ചെയ്യുന്നത് എന്താണ്, കമ്പനിയുടെ കഴിഞ്ഞ വർഷത്തെ പാസ്റ്റ് ഫൈനാൻഷ്യൽ ഡേറ്റ ആയിട്ടാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ എ എന്താണ്, കറക്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ് എന്താണ്, ഓപ്ഷൻ ബി തന്നിരിക്കുന്നത്, സാൻ ഈസ് ഓൺലി കൺസേൺ വിത്ത് ഫ്യൂച്ചർ ഇൻഫോർമേഷൻ. സാൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണ്, അതുകൊണ്ട് ഫ്യൂച്ചർ ഇൻഫോർമേഷൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഡീലിങ്സ് നടത്തുന്നുണ്ടായിരിക്കും. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ മാത്രമല്ല, അവിടെ എന്തുണ്ട്, പാസ്റ്റ് ഡേറ്റയും കൺസിഡർ ചെയ്യുന്നുണ്ട്. പാസ്റ്റ് പ്ലസ് ഫ്യൂച്ചർ ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി എന്തല്ല, കറക്റ്റ് അല്ല. ദെൻ ഓപ്ഷൻ സി വരുന്നത് എന്താണ്, ഹസൻസ് മെയിൻ ജോബ് ഈസ് ടു പ്രിപ്പയർ അക്കൗണ്ട്സ് ഫോർ ദ ഓണേഴ്സ് ഓഫ് ആൽഫ കമ്പനി. ഹസൻ്റെ മെയിൻ ജോബ്, ആളൊരു ഫൈനാൻഷ്യൽ അക്കൗണ്ടൻ്റ് ആണ്. സോ മെയിൻ ജോബ് എന്താണ്, ഓണേഴ്സിന് വേണ്ടിയിട്ട് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുകയാണ്. ആ ഒരു ഓപ്ഷൻ കറക്റ്റ് ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ ഡി എന്താണ്, സാൻ ഈസ് മോസ്റ്റ്ലി കൺസേൺ വിത്ത് നോൺ ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ. അപ്പോൾ നെക്സ്റ്റ് എന്താണ്, സാൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണ്, മോസ്റ്റ്ലി എന്താണ്, നോൺ ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ ആയിരിക്കും യൂസ് ചെയ്യുക. നോൺ ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻസ് അല്ല, ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻസ് ആയിരിക്കും കൂടുതലും അതിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻഫോർമേഷനിലാണെങ്കിലും കൺസിഡർ ചെയ്യുക. സോ ഏതായിരിക്കും നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത്, ഓപ്ഷൻ എയും സിയും ആയിരിക്കും എന്ത് നമുക്ക് കറക്റ്റ് ആൻസേഴ്സ് വരുന്നത്. അപ്പോൾ കൺഫേം കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 5 ക്വിസസിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 5 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്തെല്ലാം കറക്റ്റ് ആയതുകൊണ്ട് 5 out of 5 വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഇത് റിവ്യൂ ചെയ്യണമെങ്കിൽ ആൻസർ റിവ്യൂ ചെയ്യണം, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഇവിടെ റിവ്യൂ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ആൻസറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നമുക്ക് സ്റ്റഡി ഹബിൽ തന്നെ അവൈലബിൾ ആണ്.
ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വിസസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ ചാപ്റ്റർ 1 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എടുത്തു. അതിൽ നമുക്ക് ടോട്ടൽ ഒരു 22 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ സ്റ്റാർട്ട് പ്രാക്ടീസ് കൊടുക്കാം. നിങ്ങൾക്ക് ആൻസേഴ്സ് അപ്പം തന്നെ റിവ്യൂ ചെയ്യണമെങ്കിൽ ഇവിടെ റിവ്യൂ ഓപ്ഷൻ ഓൺ ആക്കി ഇടാനും, അല്ലെങ്കിൽ ലാസ്റ്റ് ആൻസേഴ്സ് കണ്ടാൽ മതി, റിസൾട്ട് അറിഞ്ഞാൽ മതിയെങ്കിൽ അതിവിടെ ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. The following statements relates to financial accounting or to cost and management accounting. Which of the statements are correct? അപ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ഇതാണ്. ദ മെയിൻ യൂസേഴ്സ് ഓഫ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആർ എക്സ്റ്റേണൽ ടു ആൻ ഓർഗനൈസേഷൻ. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ മെയിൻ യൂസേഴ്സ് ആരാണ്? എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. മെയിൻലി ഫോർ എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ് നമ്മൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുക. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് പാർട്ട് ഓഫ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് എസ്റ്റാബ്ലിഷ് കോസ്റ്റ് ഇൻക്വേർഡ് ബൈ ആൻ ഓർഗനൈസേഷൻ. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പാർട്ടാണോ കോസ്റ്റ് അക്കൗണ്ടിങ്? അല്ല, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പാർട്ടാണ്. സോ എന്തല്ല, നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്, കറക്റ്റ് അല്ല. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് യൂസ് ടു എയ്ഡ് പ്ലാനിങ്, കൺട്രോൾ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. യെസ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ പർപ്പസ്, മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഫങ്ഷൻസ് ആയ പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, കൺട്രോൾ ഇതിൽ സപ്പോർട്ട് ചെയ്യുകയാണ്. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ആണ് കറക്റ്റ് വരുന്നത്. സോ ഓപ്ഷൻ ബി 1 and 3 ഓൺലി ആണ് നമുക്ക് എന്ത് വരാം, ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് സ്ട്രാറ്റജിക് പ്ലാനിങ് ആർ കറക്റ്റ്? സ്ട്രാറ്റജിക് പ്ലാനിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഫസ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ക്വാണ്ടിഫയബിൾ ആൻഡ് ക്വാളിറ്റേറ്റീവ് മാറ്റേഴ്സ്. സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള, അതുപോലെ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. എസ്, സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ദെൻ സെക്കൻഡ് എന്താണ്? ഇറ്റ് മെയിൻലി അണ്ടർടേക്കൺ ബൈ മിഡിൽ മാനേജ്മെൻറ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ. മിഡിൽ ലെവൽ മാനേജേഴ്സ് ആണോ? അല്ല, സീനിയർ ലെവൽ മാനേജേഴ്സ് ആണ് സ്ട്രാറ്റജിക് പ്ലാനിങ് ചെയ്യുക. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ് അല്ല. ദെൻ തേർഡ് എന്താണ്? ഇറ്റ് ഈസ് കൺസേൺ പ്രീഡോമിനൻ്റ്ലി വിത്ത് ദ ലോങ് ടേം. യെസ്, ലോങ് ടേമിലേക്കുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ് മെയിൻലി സ്ട്രാറ്റജിക് പ്ലാനിൽ വരുന്നത്. സോ ഇതാണ് 1 and 3 ഓൺലി ആണ് നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരാം. സോ ബി ആണെന്ത് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ? മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ്റെ പർപ്പസ് എന്താണ്? പ്ലാനിങ് ഉള്ളി ആണോ? പ്ലാനിങ് ആൻഡ് കൺട്രോൾ ആണോ? പ്ലാനിങ്, കൺട്രോൾ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആണോ? അതോ പ്ലാനിങ്, കൺട്രോൾ, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ആണോ? എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ്റെ മെയിൻ പർപ്പസ് എന്താണ്? മൂന്ന് കാര്യങ്ങളാണ് വരിക. പ്ലാനിങ്, കൺട്രോൾ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഓൺലി ആണെന്ത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ്റെ പർപ്പസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഡിസ്ക്രൈബ് ദ കൺട്രോൾ പ്രോസസ്? കൺട്രോൾ എന്താണെന്ന് കറക്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദ ആക്ഷൻ ഓഫ് മോണിറ്ററിങ് സംതിങ് ടു കീപ് ഇറ്റ് ഓൺ കോഴ്സ്. നമ്മൾ എന്ത് ചെയ്യാണ്? ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ച ഒരു കാര്യം കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്ന, നമ്മുടെ ആക്ച്വൽ നമ്മൾ വന്ന റിസൾട്ടും നമ്മുടെ ബഡ്ജറ്റ് അല്ലെങ്കിൽ പ്ലാനിങ് തമ്മിൽ കമ്പയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് കൺട്രോൾ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ എ എന്താണ്? കറക്റ്റ് ആണ്. ദെൻ ഓപ്ഷൻ ബി എന്താണ്? ദ ചോയ്സ് ബിറ്റ്വീൻ ഓൾട്ടർനേറ്റീവ്സ് അല്ല, അത് ഡിസിഷൻ മേക്കിംഗ് ആണ്. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രാറ്റജീസ് ടു അച്ചീവ് ഒബ്ജക്റ്റീവ്സ് പ്ലാനിംഗ് ആണ് വരുന്നത്. ദെൻ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ പ്ലാൻ ഫോർ ദ ഫ്യൂച്ചർ പീരീഡും എന്താണ്? പ്ലാനിംഗ് ആണ്. സോ കൺട്രോൾ പ്രോസസ്സിനെ കറക്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. വിച്ച് ടു ഓഫ് ദി ഫോളോവിങ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ്, നോൺ ഫൈനാൻഷ്യൽ ആസ് വെൽ ആസ് ഫൈനാൻഷ്യൽ. എസ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അതിൽ ഫൈനാൻഷ്യലും നോൺ ഫൈനാൻഷ്യലും ആയിട്ടുള്ള ഇൻഫർമേഷൻ വരുന്നുണ്ട്. യൂസ്ഡ് ബൈ ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇല്ല, ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇൻറ്റേർണലി നമ്മുടെ മാനേജ്മെൻറ്റ് മാത്രമാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുക. ദെൻ കൺസേൺ വിത്ത് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കൺട്രോൾ മാത്രമല്ല, അതിൽ വേറെയും ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ ഓപ്ഷൻ സിയും ഇൻകറക്റ്റ് ആണ്. ദെൻ നോട്ട് ലീഗലി റിക്വയർഡ്, അത് കറക്റ്റ് ആണ്. എന്താണ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ലീഗലി റിക്വയർഡ് അല്ല, മാൻഡേറ്ററി അല്ല. സോ ഓപ്ഷൻ എ ആൻഡ് ഡി ആണെന്ത് കറക്റ്റ് ആൻസർ വരുന്നത്.
ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്: വിച്ച് ടു ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എബൌട്ട് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആർ ട്രൂ? കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ട്രൂ എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ്, കോസ്റ്റ് അക്കൗണ്ടിങ് കനോട്ട് ബി യൂസ് ടു പ്രൊവൈഡ് ഇൻവെൻട്രി വാലുവേഷൻ ഫോർ എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. കോസ്റ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻവെൻട്രി ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലും ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിലൊക്കെ കാണിക്കാനുള്ള ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഇൻവെൻട്രിയുടെ വാലുവേഷൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ്, കോസ്റ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻവെൻട്രി വാല്യൂ ചെയ്യുന്നതും ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൽ ആ ഒരു നമ്മൾ യൂസ് ചെയ്യുന്നതും. സോ ഓപ്ഷൻ എ എന്തല്ല, കറക്റ്റ് അല്ല, നമുക്ക് ഇൻവെൻട്രി വാലുവേഷൻ ചെയ്യാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ്, ദർ ഇസ് എ ലീക്വൽ റിക്വയർമെൻറ്റ് ടു പ്രിപ്പയർ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. റോങ് ആണ്, ലീക്വലി റിക്വയർഡ് അല്ല. ദെൻ ഓപ്ഷൻ സി, ദ ഫോർമാറ്റ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് മേ വേരി ഫ്രം വൺ ബിസിനസ് ടു അനദർ. യെസ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിക്സഡ് ഫോർമാറ്റ് ഒന്നും ഇല്ല, ഓരോ കമ്പനിയിലും ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. ദെൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു ഹെൽപ്പ് മാനേജ്മെൻറ്റ് മേക്ക് ബിസിനസ് ഡിസിഷൻ. യെസ്, മാനേജ്മെൻറ്റിന് ബിസിനസ് ഡിസിഷൻസ് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. സോ ഓപ്ഷൻ സി ആൻഡ് ഡി ആണെന്ത് നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്: വിച്ച് ടു ഓഫ് ദി ഫോളോവിങ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഫോർവേഡ് ലുക്കിംഗ് ആണോ? യെസ്, ഫോർവേഡ് ലുക്കിംഗ് ആണ്. ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആണ്. ലീഗലി റിക്വയർഡ് ആണോ? അല്ല. ദെൻ കൺസേൺ വിത്ത് കോസ്റ്റ് കൺട്രോൾ. യെസ്, കോസ്റ്റ് കൺട്രോളുമായിട്ട് റിലേറ്റഡ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. ദെൻ ഫോളോസ് ക്ലിയർലി ഡിഫൈൻഡ് സ്റ്റാൻഡേർഡ്സ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങളൊന്നും അക്കൗണ്ട്സ് പോലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ അത്രത്തോളം സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾ ഗൈഡ് ലൈൻസ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല. സോ ഓപ്ഷൻ എ ആൻഡ് സി ആണെന്ന് നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്: ദ ഫോളോവിങ് ഡിസ്ക്രിപ്ഷൻസ് റിലേറ്റ്സ് ടു മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ. വിച്ച് ഓഫ് ദി എബവ് ആർ നെസസറി ഫീച്ചേഴ്സ് ഓഫ് യൂസ്ഫുൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ. നമ്മൾ ഒരു ഇൻഫർമേഷൻ ഗുഡ് ആകുന്നതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് പഠിച്ചായിരുന്നു. ആക്യുറേറ്റ് എന്ന് പറഞ്ഞ് ഒരു ഷോർട്ട് കോഡൊക്കെ യൂസ് ചെയ്ത്, അപ്പോൾ അതിൽ കറക്റ്റ് വരുന്ന ഫീച്ചേഴ്സ് എന്താണ്? ക്ലിയർ ടു ദ യൂസേഴ്സ്. യെസ്, യൂസറിന് അത് കറക്റ്റായിട്ട് മനസ്സിലാകണം, ക്ലിയർ ആകണം. അപ്പോൾ അതെന്താണ്, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ്റെ ഒരു നെസസറി ഫീച്ചറാണ്. ദെൻ നെക്സ്റ്റ്, ഡീറ്റെയിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി അക്യുറേറ്റ് ആകണം. നമ്മൾ പറഞ്ഞിട്ടില്ല, സിഗ്നിഫിക്കൻറ്റ് എറേഴ്സ് ഉണ്ടാകാതിരുന്നാൽ മതി. എന്ത് പർപ്പസിനാണോ, എന്ത് ഡിസിഷൻ മേക്കിങ്ങിനാണോ അതിനാവശ്യമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മതി. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വലിയ മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാവാതിരുന്നാൽ മതി. അല്ലാതെ 100% ആക്യുറേറ്റ് ആകണം, കറക്റ്റ് ആകണം എന്നില്ല. ദെൻ നെക്സ്റ്റ്, പ്രൊവൈഡഡ് വാട്ട് എവർ ദ കോസ്റ്റ്. എത്ര കോസ്റ്റ് കൂടിയിട്ടില്ല, നമുക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, വാല്യൂവിലും കുറവായിരിക്കണം. സോ ഓപ്ഷൻ 2 and 3 ഇൻകറക്റ്റ് ആണ്. റെലവൻറ്റ് ഫോർ ദ പേർപ്പസ്. യെസ്, ഏത് പേർപ്പസിനാണോ നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത് ആ പർപ്പസിന് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം. സോ ഓപ്ഷൻ 1 and 4 ആണ് നമുക്ക് എന്ത് വരിക, കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ വരുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്: which of the following only contain essential features of useful management information? മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ്റെ യൂസ്ഫുൾ ഫീച്ചേഴ്സ്, എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതാണ്? ആക്യുറേറ്റ്, ക്ലിയർ, പ്രസൻറ്റഡ് ഇൻ റിപ്പോർട്ട് ഫോർമാറ്റ്. പ്രസൻറ്റഡ് ഇൻ റിപ്പോർട്ട് ഫോർമാറ്റ് ഒരു ഫീച്ചർ അല്ല. അതുപോലെ തന്നെ സപ്പോർട്ടഡ് ബൈ കാൽക്കുലേഷൻ നെസസറി ഫീച്ചർ അല്ല. കമ്മ്യൂണിക്കേറ്റഡ് ഇൻ റൈറ്റിംഗ് അത് ഒരു നെസസറി ഫീച്ചർ അല്ല. നമ്മുടെ ഫീച്ചർ കറക്റ്റായിട്ട് വരുന്നത് എന്തൊക്കെയാണ്? ക്ലിയർ ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം, റെലവൻറ്റ് ഫോർ ഇറ്റ് പേർപ്പസ്. സോ എന്താണ്, ഓപ്ഷൻ ഡി ആണ് നമുക്ക് എന്ത് വരാം, കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്: ദ ഫോളോവിങ് ഡിസ്ക്രിപ്ഷൻസ് റിലേറ്റ്സ് ടു ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ. വിച്ച് ഓഫ് ദി എബവ് ആർ നെസസറി ഫീച്ചർ ഓഫ് യൂസ്ഫുൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ. ഇതിൽ ഏതൊക്കെയാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ്റെ നെസസറി ഫീച്ചേഴ്സ് വരുന്നത്? കമ്മ്യൂണിക്കേറ്റഡ് ഇൻ റൈറ്റിംഗ് ആണോ? അല്ല. പ്രസൻറ്റഡ് ഇൻ റിപ്പോർട്ട് ഫോർമാറ്റ് ആണോ? അല്ല, നെസസറി അല്ല. സപ്പോർട്ടഡ് ബൈ കാൽക്കുലേഷൻ ആണോ? അല്ല. എന്താണ്, ടൈംലി ആയിരിക്കണം, കറക്റ്റ് ടൈമിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അതുപോലെ ക്ലിയർ ടു ദ യൂസർ ആയിരിക്കണം. ടൈംലി ആൻഡ് ക്ലിയർ ടു ദ യൂസർ. 1 and 4 ആണ് നമുക്ക് എന്ത് വരിക, ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്: ദ ഫോളോവിങ് ഡിസ്ക്രിപ്ഷൻസ് റിലേറ്റ്സ് ടു ഫീച്ചർ ഓഫ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ. വിച്ച് ഓഫ് ദി എബവ് ആർ നെസസറി ഫീച്ചർ ഓഫ് യൂസ്ഫുൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ നെസസറി ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? കമ്മ്യൂണിക്കേറ്റഡ് ഇൻ റൈറ്റിംഗ് നെസസറി ഫീച്ചർ ആണോ? അല്ല. പ്രസൻറ്റഡ് ഇൻ റിപ്പോർട്ട് ഫോർമാറ്റ് മാൻഡേറ്ററി അല്ല. സപ്പോർട്ടഡ് ബൈ കാൽക്കുലേഷൻസ് വേണം എന്നില്ല. ടൈംലി ആയിരിക്കണം, ക്ലിയർ ടു ദ യൂസർ ആയിരിക്കണം. സോ ആൻസർ ഏതാണ്? 4th സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റ്. ഓൺലി 4 ഓൺലി. ഓപ്ഷൻ എ ആണ് നമുക്ക് എന്ത് വരാം, ആൻസർ വരുന്നത്.
ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്, ആർ ഈച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എബൌട്ട് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ ട്രൂ ഓർ ഫോൾസ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷനുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ഇതാണ്, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ ഷുഡ് ഹാവ് സം വാല്യൂ അതർവൈസ് ഇറ്റ് വുഡ് നോട്ട് ബി വർത്ത് ദ കോസ്റ്റ് ഓഫ് കളക്ടിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇറ്റ്. യെസ്, നമ്മൾ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിരിക്കണം? കോസ്റ്റിലും ഗ്രേറ്റർ ആയിരിക്കണം. സോ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് വരുന്നത്. ദെൻ സെക്കൻഡ് എന്താണ്? മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ ഓൺലി നീഡ്സ് ടു ബി ആക്യുറേറ്റ് ഇനഫ് ഫോർ ഇറ്റ്സ് പർപ്പസ്. യെസ്, ഏത് പർപ്പസിനാണോ, എന്ത് ഡിസിഷന് വേണ്ടിയിട്ടാണോ ആ ഒരു ഡിസിഷന് ആവശ്യമായിട്ടുള്ള ആക്യുറസി മതി, സിഗ്നിഫിക്കൻറ്റ് എറേഴ്സ് ഇല്ലാതിരുന്നാൽ മതി. എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്, വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് കൺസേണിങ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ ആർ കറക്റ്റ്? അപ്പോൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷനായിട്ട് കണക്ട് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, എ യൂസർ ഓഫ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ ഷുഡ് ഹാവ് ഓൾ ദ ഇൻഫർമേഷൻ ദേ നീഡ് ടു ഡു ദെയർ ജോബ് പ്രോപ്പർലി. അപ്പോൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷന് യൂസർക്ക് അവരുടെ ജോബ് കറക്റ്റായിട്ട് ചെയ്യാനുള്ള എല്ലാ ഇൻഫർമേഷനും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണ്. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ്? എ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് മസ്റ്റ് ബി റെലവൻറ്റ് ഫോർ എ വെറൈറ്റി ഓഫ് പർപ്പസ്. എല്ലാ പർപ്പസിനും റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണോ കൊടുക്കേണ്ടതല്ല, എന്താണോ ആ ഒരു സ്പെസിഫിക് പർപ്പസ്, ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായ റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് കൊടുക്കേണ്ടത്. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ് അല്ല. ദെൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഷുഡ് കണ്ടെയ്ൻ എ ലോട്ട് ഓഫ് ഡീറ്റെയിൽ ടു എൻഷുർ കംപ്ലീറ്റ് ആക്യുറസി. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ് ആക്യുറസി 100% കറക്റ്റ് ആവണ്ട. എന്ത് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ എന്ത് സ്പെസിഫിക് പർപ്പസിനാണോ ആ ഒരു ഡിസിഷൻ എടുക്കാൻ ആവശ്യമായിട്ടുള്ള ആക്യുറസി മതി, സിഗ്നിഫിക്കൻറ്റ് എറേഴ്സ് ഉണ്ടാവാതിരുന്നാലായിട്ട് മതി. സോ ഏതാണ്? ഓപ്ഷൻ 1 ആണ് നമുക്ക് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ എ ആണെന്ത് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്, ആർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എബൌട്ട് ഡേറ്റ ട്രൂ ഓർ ഫോൾസ്? ഡേറ്റയായിട്ട് കണക്ട് ചെയ്ത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, പ്രൈമറി ഡേറ്റ ഈസ് യൂഷ്വലി ലെസ് എക്സ്പെൻസീവ് ടു പ്രൊഡ്യൂസ് ദാൻ സെക്കൻഡറി ഡേറ്റ ബിക്കോസ് ഇറ്റ് ഈസ് അവൈലബിൾ ഫ്രം വിത്തിൻ ദ ഓർഗനൈസേഷൻ. പ്രൈമറി ഡേറ്റ സെക്കൻഡറി ഡേറ്റയിലേക്കാളും ലെസ് എക്സ്പെൻസീവ് ആണോ? പ്രൈമറി ഡേറ്റ എന്താണ്? ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി നമ്മൾ ഡയറക്റ്റ്ലി കളക്ട് ചെയ്യുന്നതാണ്. സെക്കൻഡറി ഡേറ്റ എന്ന് പറയുമ്പോൾ വേറെ ആരെങ്കിലും കളക്ട് ചെയ്ത് വെച്ചത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി കളക്ട് ചെയ്യുമ്പോൾ അതല്ലേ കൂടുതൽ എക്സ്പെൻസീവ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫോൾസ് ആണ്. നമുക്ക് പ്രൈമറി ഡേറ്റ ആണ് എന്ത് കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട് വരുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ഇതാണ്, ഇൻഫർമേഷൻ ഈസ് ഡേറ്റ ദാറ്റ് ഹാസ് ബീൻ ഓർഗനൈസ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ എ പർപ്പസ്. നമ്മൾ ഡേറ്റ ഓർഗനൈസ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് അത് മീനിങ് ഫുൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഇൻഫർമേഷൻ എന്ന് പറയുക. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്, ആർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് ബിഗ് ഡേറ്റ ട്രൂ ഓർ ഫോൾസ്? ഇനി ബിഗ് ഡേറ്റ ആയിട്ട് കണക്ട് ചെയ്ത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, ട്രൂ ആണോ ഫോൾസ് ആണോ? ഫസ്റ്റ്, ബിഗ് ഡേറ്റ അലൗസ് ഓർഗനൈസേഷൻ ടു അണ്ടർസ്റ്റാൻഡ് ദെയർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ബിഗ് ഡേറ്റ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യെസ്, നമ്മൾ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, വെബ്സൈറ്റ് ഡീറ്റെയിൽസ്, അങ്ങനെ കുറേ ഇൻഫർമേഷൻ നമ്മുടെ ഈ ബിഗ് ഡേറ്റയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഈ ഒരു ഡേറ്റാ ബേസിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ബിഗ് ഡേറ്റ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ദെൻ ബിഗ് ഡേറ്റ ക്യാൻ ബി യൂസ് ടു ഫോർകാസ്റ്റ് ഡിമാൻഡ്. യെസ്, നമ്മുടെ കയ്യിലുള്ള ആ ഒരു വലിയ ഡേറ്റാ ബേസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പ്രെഡിക്ഷൻസ് നടത്താനായിട്ട്, ട്രെൻഡ് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്, വിച്ച് ഓഫ് ദി ഫോളോവിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഗ് ഡേറ്റ റെഫേഴ്സ് ടു വെറാസിറ്റി? വെറാസിറ്റി എന്ന് പറയുന്ന ഫീച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എന്താണ് വെറാസിറ്റി? അക്യുറസി ആൻഡ് ക്വാളിറ്റി ആണ്. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ്? ഫസ്റ്റ് ഓപ്ഷൻ എ തന്നിരിക്കുന്നത്, ബിഗ് ഡേറ്റ സെലക്ടഡ് ഫ്രം എ പോപ്പുലേഷൻ ഓഫ് ഐറ്റം മേ ബി ഇൻആക്യുറേറ്റ്. ചിലപ്പോൾ ബിഗ് ഡേറ്റ നമ്മൾ ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുമ്പോൾ അതിൽ ചിലപ്പോൾ ഡേറ്റ ക്വാളിറ്റി ഇഷ്യൂസ് വരാം, ഇൻആക്യുറേറ്റ് വരാം.
ഇനാക്യുറേറ്റ് ആയിരിക്കാം. ഇതെന്താണ് വെറാസിറ്റി എന്ന് പറയുന്ന ഫീച്ചറായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് ഡേറ്റ ഇൻക്ലൂഡ് ടെക്സ്റ്റ്, ഫോട്ടോഗ്രാഫ്സ്, ഇമോജീസ് ആൻഡ് വീഡിയോസ്. ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന്, വെറൈറ്റി ഓഫ് സോഴ്സസിൽ നിന്ന് നമ്മൾ ഈ ഒരു ഡേറ്റ കളക്ട് ചെയ്യുന്നത് ബിഗ് ഡേറ്റയിൽ വരുന്നുണ്ട്. വെറൈറ്റി ഫീച്ചറാണ് വരുന്നത്. ദെൻ ഡേറ്റ ഈസ് ടു ലാർജ് ടു ബി അനലൈസ് യൂസിങ് എ സ്പ്രെഡ്ഷീറ്റ്. അവിടെ വോളിയം ആണ് മീൻ ചെയ്യുന്നത്. ദെൻ ബിഗ് ഡേറ്റ ഈസ് ഓൺലി മീനിങ്ഫുൾ വെൻ അനലൈസ് ടു ഫോം ഇൻസൈറ്റ്സ് എന്താണ് വാല്യൂ ആണ്. സോ ഇതായിരിക്കും ഓപ്ഷൻ എ ആയിരിക്കും നമുക്ക് എന്ത് വരാം കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എബൌട്ട് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ ആർ ട്രൂ? മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ ആയിട്ട് കണക്ട് ചെയ്ത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ്, ടൈം ആൻഡ് കോസ്റ്റ് അഫക്ട് ദ ക്വാളിറ്റി ഓഫ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ. നമ്മുടെ ടൈമും കോസ്റ്റും നമ്മൾ കൂടുതൽ ടൈം എടുത്താണ് അല്ലെങ്കിൽ കൂടുതൽ കോസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് അതനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിയിലും ചേഞ്ചസ് വരുന്നുണ്ടായിരിക്കും. സോ ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. ദെൻ ഓപ്ഷൻ 2 തന്നിരിക്കുന്ന മച്ച് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ ഈസ് ബേസ്ഡ് ഓൺ പാസ്റ്റ് ഇവൻറ്റ്. നമ്മുടെ കൂടുതൽ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻസും നമ്മൾ മെയിൻലി പാസ്റ്റ് ഇവൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് എസ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ദ നെക്സ്റ്റ്, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഈസ് ദെയർഫോർ ആക്യുറേറ്റ്. മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ചെയ്യുന്നു പറഞ്ഞാൽ അത് 100% ആക്യുറേറ്റ് ആകണം എന്നൊന്നുമില്ല. സോ ഓപ്ഷൻ 3 കറക്റ്റ് അല്ല. 1 and 2 ഓൺലി ആണ് നമുക്ക് എന്ത് വരാം കറക്റ്റ് ആൻസർ വരാം. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ട്രാൻസാക്ഷണൽ ഡേറ്റ? ഇതിൽ ട്രാൻസാക്ഷണൽ ഡേറ്റയുടെ എക്സാമ്പിൾ വരുന്നത് ഏതാണ്? ഫസ്റ്റ്, എ റിവ്യൂ ബൈ എ കസ്റ്റമർ ഓൺ സോഷ്യൽ മീഡിയ എബൌട്ട് ദ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദ പ്രൊഡക്റ്റ്. അപ്പോൾ കസ്റ്റമർ സോഷ്യൽ മീഡിയ റിവ്യൂ ഇതേതാണ്? സോഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ ഡേറ്റയിലാണ് നമുക്ക് വരുന്നത്, ട്രാൻസാക്ഷണൽ ഡേറ്റ അല്ല. സെക്കൻഡ് ഓപ്ഷൻ ബി എന്താണ്? ദ ഡേറ്റ് ദ മെറ്റീരിയൽസ് വെയർ ലാസ്റ്റ് പർച്ചേസ് ഫ്രം ദ സപ്ലയർ. പർച്ചേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? ട്രാൻസാക്ഷൻ ആണ്. ട്രാൻസാക്ഷണൽ ഡേറ്റയിലാണ് നമുക്ക് വരുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ്? കറൻറ്റ് ലൊക്കേഷൻ ഓഫ് ദ ഡെലിവറി വാൻ കണ്ടെയ്നിങ് ദ ന്യൂ ഓർഡർ ഓഫ് ദ മെറ്റീരിയൽസ്. ഡെലിവറി വാൻ ലൊക്കേഷൻ നമ്മൾ എങ്ങനെയായിരിക്കും? ഒരു സെൻസർ ഡിവൈസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുക. സോ അതെന്താണ്? ആ ഒരു ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്? സെൻസർ അല്ലെങ്കിൽ മെഷീൻ ഡേറ്റയിലാണ് വരുന്നത്. ദെൻ എ കസ്റ്റമർ ടെലിഫോൺ ക്വറി അബൌട്ട് വെദർ ദ മെറ്റീരിയൽ ഇൻ ദ പ്രൊഡക്റ്റ് ഹാവ് ചേഞ്ച്ഡ്. അപ്പോൾ കസ്റ്റമർ എൻക്വയറി അതൊരു ട്രാൻസാക്ഷൻ ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? ഹ്യൂമൻ അല്ലെങ്കിൽ സോഷ്യൽ ഡേറ്റയിലായിരിക്കും വരിക. സോ ഇതായിരിക്കും കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് എന്ത് വരാം കറക്റ്റ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. ആർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റ്സ് ടു ദ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആർ ട്രൂ ഓർ ഫോൾസ്? അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആയിട്ട് കണക്ട് ചെയ്ത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ? ഫസ്റ്റ്, ദർ ആർ നോ സ്ട്രിക്റ്റ് റൂൾസ് ഗവേണിംഗ് ദ വേ ഇൻ വിച്ച് ഇൻഫർമേഷൻ ഈസ് പ്രസൻറ്റഡ്. യെസ്, നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു റൂളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്ന് സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണ്. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ്? ഇൻഫർമേഷൻ ഈസ് പ്രൊഡ്യൂസ് ഫോർ എക്സ്റ്റേണൽ യൂസേഴ്സ് ഓൺലി. ഇല്ല, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഫോർ ഇൻറ്റേർണൽ യൂസേഴ്സ് ആണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 ഇൻകറക്റ്റ് ആണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ട്രൂ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ്? ഫോൾസ് ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് വുഡ് ബി ക്ലാസിഫൈഡ് ആസ് ഇൻഫർമേഷൻ റാദർ ദാൻ ഡേറ്റ? എന്താണ് ഇൻഫർമേഷനും ഡേറ്റയും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്? നമുക്ക് ഓൾറെഡി കളക്ട് ചെയ്ത ഡേറ്റ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസ്ഫുൾ ആകുന്ന തരത്തിൽ മീനിങ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴാണ് നമ്മളതിന് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. പർച്ചേസ് ഇൻവോയ്സ്, ലിസ്റ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാഫ് ഏജസ്, അക്കൗണ്ടിങ് സ്റ്റാഫ് എക്സാം റിസൾട്ട്, ചാർട്ട് ഷോവിങ് അക്കൗണ്ടിങ് സ്റ്റാഫ് എക്സാം റിസൾട്ട്. ഇതിൽ ഏതായിരിക്കും നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത്? ചാർട്ടാണ് എന്ത്? നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഡേറ്റ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിന് മീനിങ് ആയിട്ടുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി പർച്ചേസ് ഇൻവോയ്സ് ആണെങ്കിലും ലിസ്റ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാഫ് ഏജസ് ആണെങ്കിലും അക്കൗണ്ടിങ് സ്റ്റാഫ് എക്സാം റിസൾട്ട് ആണെങ്കിലും ഒക്കെ ജസ്റ്റ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് ഇൻഫർമേഷൻ എന്ന് പറയാൻ പറ്റില്ല. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് എന്ത് വരാം കറക്റ്റ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. വിച്ച് ടു ഓഫ് ദി ഫോളോവിങ് ആർ ഡിസയേർഡ് ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ഇൻഫർമേഷൻ? ഇതിൽ ഗുഡ് ഇൻഫർമേഷൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? റെലവൻ്റ് ആയിരിക്കണം, അതുപോലെ എന്തായിരിക്കണം? കംപ്ലീറ്റ് ആയിരിക്കണം, ഡീറ്റെയിൽ സ്പെസിഫിക് ആകണം എന്നില്ല. സോ ഏതൊക്കെയായിരിക്കും? ഓപ്ഷൻ എ ആൻഡ് ഡി ആയിരിക്കും നമുക്ക് എന്ത് വരാം കറക്റ്റ് ആൻസർ വരുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. ആർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് കൺസേണിങ് ദ യൂസേജ് ഓഫ് ബിഗ് ഡേറ്റ ട്രൂ ഓർ ഫോൾസ്? ബിഗ്
ബിഗ് ഡേറ്റ ആയിട്ട് കണക്ട് ചെയ്ത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് ക്യാൻ ബി യൂസ് ടു ഗെയിൻ ഇൻസൈറ്റ്സ് ഇൻ ടു കസ്റ്റമർ പ്രെഫറൻസ്. കസ്റ്റമർ പ്രെഫറൻസിൻ്റെ ഇൻസൈറ്റ്സ് കിട്ടാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. യെസ്, ബിഗ് ഡേറ്റ യൂസ് ചെയ്തിട്ട് ട്രെൻഡ്, കസ്റ്റമർ പ്രെഫറൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദെൻ ഇറ്റ് ക്യാൻ ബി യൂസ് ടു ഡിറ്റർമൈൻ ദ ബെസ്റ്റ് മാർക്കറ്റ്സ് ഫോർ ഗ്രോ. യെസ്, ബെസ്റ്റ് മാർക്കറ്റ് അനലൈസ് ചെയ്യാനും ട്രെൻഡ് ഫോർകാസ്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ബിഗ് ഡേറ്റ യൂസ് ചെയ്യാം. സോ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. ബിസിനസ്സസ് ഹാവ് ആക്സസ് ടു ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. വിച്ച് ടു ഓഫ് ദി ഫോളോവിങ് ആർ എക്സാമ്പിൾസ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ? എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? കസ്റ്റമർ ഫീഡ്ബാക്ക്. കസ്റ്റമർ എന്ന് പറയുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരാളാണ്. സോ എന്താണ് എക്സ്റ്റേണൽ ഫീഡ്ബാക്കിന് സോഴ്സസ് ഓഫ് ഇൻഫർമേഷന് എക്സാമ്പിളാണ്. ദെൻ നെക്സ്റ്റ് ആൻഡ് ഏജ് റിസീവബിൾ റിപ്പോർട്ട്സ്. ഏജ് റിസീവബിൾ റിപ്പോർട്ട് എന്താണ്? കമ്പനിയുടെ ഉള്ളിൽ ഇൻറ്റേർണലി പ്രിപ്പയർ ചെയ്യുന്ന ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊവൈഡഡ് ഇൻ ദ ഫൈനാൻഷ്യൽ ടൈംസ് എന്താണ്? ഒരു എക്സ്റ്റേണൽ സോഴ്സസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡേറ്റ ഇൻഫർമേഷൻ ആണ്. സോ എക്സ്റ്റേണൽ ആണ്. ഏജ് പേയബിൾ റിപ്പോർട്ട്, റിസീവബിൾസ് പേയബിൾ റിപ്പോർട്ട്സ് ഒക്കെ എന്താണ്? കമ്പനിയുടെ ഉള്ളിൽ ഇൻറ്റേർണലി പ്രിപ്പയർ ചെയ്യുന്നതാണ്. സോ അതെന്താണ്? ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ആണ്. കസ്റ്റമർ ഫീഡ്ബാക്കും സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട്സും ആണ് നമുക്കിവിടെ എന്ത് വരാം? എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സ്റ്റഡി ഹബിലെ ക്യൂസസും ക്വസ്റ്റ്യൻ പ്രാക്ടീസസും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റിൽ പറയുക. അതുപോലെ നമ്മുടെ റിവിഷൻ സീരീസും ക്വസ്റ്റ്യൻ പ്രാക്ടീസൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്റ്റർ പ്രയോറിറ്റി കൊടുത്ത് ചെയ്യണമെങ്കിലൊക്കെ ജസ്റ്റ് കമൻറ്റിൽ പറയുക. അതുപോലെ ക്ലാസ്സസിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അതുപോലെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാരണം നിങ്ങളുടെ ACC റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് യൂസ്ഫുൾ റിസോഴ്സസ് ഇതിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഓൾ.